ഇനി നമ്മൾ പോകുന്ന തിരുവനന്തപുരം കാപ്പിൽ ബീച്ചിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ ചെറി ബ്ലോസം മരങ്ങൾക്കിടയിൽ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കടുത്ത വേനലിലും ബീച്ചിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. എന്നാൽ ബീച്ചിന് ഓരം ചേർന്ന് കിടക്കുന്ന കായൽ പ്രദേശം അധികം ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടില്ല. ആ കായൽക്കരയിലേക്കാണ്, ആ കായൽക്കരയുടെ ദൃശ്യവിരുന്നിലേക്കാണ്. നിറയെ കാറ്റാടി മരങ്ങൾ, കണ്ടൽക്കാടുകൾ, പച്ചപ്പ്. കണ്ണോടിച്ചാൽ കടലിന്റെ വശ്യതയും കൂട്ടുചേരും. മുൻപേ തന്നെ പ്രദേശവാസികളുടെ വിശ്രമ കേന്ദ്രമായിരുന്നു കായൽക്കര. കാലം കഴിയുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികളും ഇവിടേക്ക് ചേക്കേറുന്നു. മനസ്സ് നിറഞ്ഞു മടങ്ങുന്നു. കുറേ നേരം നിന്ന് അങ്ങോട്ടൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ വന്നപ്പം എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു. നല്ലൊരു വ്യൂ പോയിന്റാണ്. ഫോട്ടോഷൂട്ടുകൾ, ആഘോഷങ്ങൾ എല്ലാത്തിനുമുള്ള ഹോട്ട്സ്പോട്ടാണ് ഇപ്പോൾ സ്ഥലം. വേനലവധിയായതോടെ തിരക്ക് വർദ്ധിച്ചു. അതോടൊപ്പം മറ്റൊരു പ്രതിസന്ധി കൂടെ പറയാനുണ്ട്. ദിവസം കഴിയുന്തോറും പ്രദേശം മാലിന്യ കൂമ്പാരമാവുകയാണ്. ജനങ്ങൾ എങ്ങനെ ഒരു പ്രദേശത്തെ നശിപ്പിക്കുന്നു എന്നുകൂടി വെട്ടാക്കടക്കായൽ കാണിച്ചു തരുന്നു. ഒരു നാടിനും നാട്ടുകാർക്കും ഒരുപോലെ കുളിരേകുന്നുണ്ട് കാപ്പിൽ. ഋതുഭേദമന്യേ മനോഹരം. പക്ഷേ ഈ പ്രദേശത്തെ ആകെ ഇങ്ങനെ വൃത്തികേടാക്കരുത് എന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ അപേക്ഷ. ക്യാമറമാൻ സന്തോഷ് ചേകോരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.